ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണം ഭാഗം 373. ഇന്ന് ജനുവരി മാസം 7-ാം തീയതി, 7-ാം ദിനത്തിലെത്തി. കാര്യങ്ങൾ ആഘോഷമായി ആരംഭിച്ചിട്ട് ഒരാഴ്ച ആകുന്നു. എങ്ങനെ പോകുന്നു? എങ്ങോട്ട് പോകുന്നു ജീവിതം? അങ്ങനെ ചില ചോദ്യങ്ങൾ മാത്രം ചോദിക്കരുതേ എന്നാണ് മിക്ക സ്നേഹിതരും ഒരേപോലെ പറയുന്നത്. ഡോക്ടർ വർഗീസ് കുര്യൻ, അദ്ദേഹത്തെ പരിചയമുണ്ടാവും, കേട്ടറിവെങ്കിലും. ഗുജറാത്തിലെ ആനന്ദ് എന്ന ഗ്രാമത്തില് ക്ഷീര കർഷകർക്ക് വേണ്ടി ഡയറി മേഖലയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് അതിൽ പൂർണ്ണമായി സമർപ്പിച്ച മഹൽ വ്യക്തിയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു. ഇപ്പോഴത്തെ അമുൽ മിൽക്കൊക്കെ കുറച്ചും കൂടി നമുക്ക് പരിചയമുണ്ടാവും. ഡോക്ടർ വർഗീസ് കുര്യൻ സാറിന്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട്, ഐ ടു ഹാഡ് എ ഡ്രീം. എനിക്കുമൊരു സ്വപ്നമുണ്ടായിരുന്നു. അതായിരുന്നു ആത്മകഥയുടെ മലയാളം തലക്കെട്ട്. പുതുവർഷം ആദ്യ ആഴ്ച പിന്നിടുമ്പോഴും പറയത്തക്ക വിധത്തിലുള്ള യാതൊരു സ്വപ്നവും നമുക്കില്ലാതെ പോകുന്നു എന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും വലിയ പരാജയവും വന്നു ഭവിക്കാനുള്ള ഭീകര ദുരന്തവും. യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ ഉണ്ടായ ഒരു സ്വർഗീയ അരുളപ്പാടില്ലേ? കഴിഞ്ഞ ദിനം ദനഹ പെരുന്നാളിനോട് ചേർന്ന് ആ ഒരു വേദഭാഗം വായിച്ചിട്ടുണ്ടാവും, വായിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വർഗീയ അരുളപ്പാട് ഇങ്ങനെയായിരുന്നു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനില് ഇന്ന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ അരുളപ്പാടിൻ്റെ ആദ്യ പകുതി ഏതൊരു ദൈവപുത്രനും പുത്രിയും നിത്യവും പ്രഭാതത്തില് കേട്ടു തുടങ്ങേണ്ടതാണ്. ഇവൻ അല്ലെങ്കിൽ ഇവൾ എൻ്റെ പ്രിയ പുത്രൻ പുത്രി എന്ന്. തുടർന്നു വരുന്ന ഭാഗമാകട്ടെ ആ ദിവസത്തിൻ്റെ ഒടുക്കം, വിശ്രമത്തിലേക്ക് പോകും മുമ്പ് ദൈവത്തിൽ നിന്ന് വീണ്ടും കേൾക്കേണ്ടതുമാണ്. ഇവനിൽ അല്ലെങ്കിൽ ഇവളിൽ ഇന്ന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ഇങ്ങനെയൊന്ന് ദൈവത്തിന് വിളിച്ചു പറയാൻ പാകത്തിന് ഓരോ ദിനത്തെയും നമ്മൾ ജീവിതം കൊണ്ട് പാകപ്പെടുത്തുന്നുണ്ടോ? ഭംഗിയായി പൂരിപ്പിക്കുന്നുണ്ടോ? പവിത്രമാക്കാറുണ്ടോ? ഒരു സ്വപ്നവും ഇല്ലാത്തവരായി പോയല്ലോ നമ്മൾ. സ്വപ്നമാകട്ടെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ലെന്നും ഉണർന്നിരിക്കുമ്പോൾ കാണാനുള്ളതാണ് എന്നും പഠിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയനായ APJ അബ്ദുൽ കലാമും ഇവിടെ ഇല്ലേ? ഉണ്ട്. വീഴ്ചയുടെ കുഴിയിൽ നിന്ന് നല്ലൊരു ഉന്നതിയുടെ ഇടത്തിലേക്ക് കയറുവാൻ ചില ബന്ധനങ്ങളൊക്കെ വിച്ഛേദിക്കേണ്ടി വരും, മുറിച്ചു കളയേണ്ടി വരും. ഒരു ഐലൻഡില് മയക്കുമരുന്നിനാൽ ബോധം കെട്ടുപോയ 2 പേരുടെ തുടർന്നുള്ള രാത്രിയിലെ രസകരമായ ഒരു യാത്രയുണ്ട്. കാലുറയ്ക്കാത്ത നിലയിൽ പ്രാഞ്ചി നടന്ന് അവർ തങ്ങളുടെ ചെറിയ വള്ളത്തിന് അടുത്തെത്തി. അകത്തു കയറി തുഴകൾ കയ്യിലെടുത്ത് തുഴയാൻ തുടങ്ങി. 1 മണിക്കൂറുകൾ കൊണ്ട് കരയിലെത്താവുന്നതേ ഉള്ളായിരുന്നു. എന്നാൽ നേരം വെളുത്തപ്പോഴും അവർ ആ ദ്വീപിന്റെ കരയിൽ തന്നെ തുഴഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. അവരുടെ കുഞ്ഞു വള്ളവും ദ്വീപുമായി ബന്ധിച്ചിരുന്ന കെട്ടഴിക്കാനായിട്ട് മറന്നുപോയതായിരുന്നു കാരണം. ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മളും. എന്തൊരു നിസ്സംഗത ജീവിതത്തിൽ പുലർത്തുന്നവരാണ്. പലതരത്തിലുള്ള ജോലികൾ ചെയ്യുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
പക്ഷെ ഒരിടത്തും എത്തുന്നില്ല. മുന്നോട്ട് പോകുവാൻ വേണ്ടി നാം കഠിനമായി തുഴയുന്നുണ്ട്. എന്നാൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളുമായി, നമ്മുടെ ഭൂതകാലവുമായി നമ്മളെ വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഒരു പുരോഗമനവുമില്ല, പുരോഗതിയുമില്ല. നമുക്ക് ഇത്തരമൊരു തിരിച്ചറിവിലേക്ക് ഈ നല്ല പുലരിയിൽ പ്രാർത്ഥനയോടുകൂടി പ്രവേശിക്കാം. ആമേൻ.